ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് റെഡിസ് എന്ന് പറഞ്ഞൊരു ഇമേജ് നമുക്ക് പുൾ ചെയ്യാം. അപ്പോൾ റെഡിസിൻ്റെ ഇമേജ് നമുക്ക് ഡോക്കർ ഹബിലൊന്ന് നോക്കാം. റെഡിസ് എന്ന് പറഞ്ഞിട്ട് അത് ആക്ച്വലി മെമ്മറി ക്യാഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഒരു ഓപ്പൺ സോഴ്സ് സംഭവമാണ് റെഡിസ്. അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടൊരു ഇമേജ്, ഇപ്പോൾ റെഡിസിൻ്റെ ഒരു ഇമേജ് ഞാൻ പുൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഡോക്കർ ഹബിൽ തന്നെ ഉള്ളൊരു ഇമേജാണ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് ഇമേജ് അപ്പം പുൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഡോക്കർ പുൾ റെഡിസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഉള്ള ഇമേജസ് അറിയുന്നതിന് വേണ്ടി ഡോക്കർ ഇമേജസ് നമ്മൾ ഓൾറെഡി കണ്ട കമാൻഡാണ്. അപ്പോൾ ഹലോ വേൾഡിൻ്റെ ഒരു ഇമേജ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമുക്കടുത്തത് ഈ പറഞ്ഞ റെഡിസിൻ്റെ ഒരു ഇമേജും കൂടെ നമുക്ക് പുൾ ചെയ്യാം. ഡോക്കർ പുൾ റെഡിസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അപ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മൾ പേര് മാത്രം ഇമേജിൻ്റെ കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ ലേറ്റസ്റ്റ് ടാഗ് ആയിരിക്കും പുൾ ചെയ്തുകൊണ്ട് വരുന്നത്, ലേറ്റസ്റ്റ് വെർഷൻ ആയിരിക്കും പുൾ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ടോട്ടൽ അത്രയും സൈസ് കാണിക്കും. അപ്പോൾ അതിൻ്റെ ഓരോ ലെയേഴ്സായിട്ട് പല ലെയേഴ്സായിട്ടാണ് അത് പുൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലെയറിനും ഓരോ ലെയർ ഐ ഡി ഉണ്ട്. അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡോക്യുമെൻറ്റേഷൻ വായിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇത്രയും ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് അത് ഡൗൺലോഡ് ചെയ്ത് തീർക്കുന്നത്. ഇനി നമുക്ക് ഡോക്കർ ഇമേജസ് ഒന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പം റെഡിസ് എന്ന് പറഞ്ഞൊരു ഇമേജ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പുതിയൊരു ടാബും കൂടെ നമുക്കിവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ സ്യൂഡായിട്ട് സ്വിച്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി റണ്ണിങ് ആയിട്ടുള്ള ഡോക്കർ കണ്ടെയ്നേഴ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഡോക്കർ PS നമ്മൾ മുമ്പ് കണ്ട കമാൻഡ് തന്നെയാണ്. കറൻ്റ് റണ്ണിങ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഡോക്കർ PSഉം മുമ്പ് റൺ ചെയ്തിട്ടുള്ളതും ഇപ്പോൾ റൺ ചെയ്തിട്ടില്ലാത്തതും ആയിട്ടുള്ള എല്ലാത്തിൻ്റെ ലിസ്റ്റ് കാണുന്ന കണ്ടെയ്നേഴ്സിൻ്റെ ലിസ്റ്റ് കാണാൻ -A എന്നും പറഞ്ഞൊരു സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹലോ വേൾഡ് 2 തവണ മുമ്പ് റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 എണ്ണം ഉണ്ടെന്നുള്ള ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കറൻ്റ് ഒന്നും റൺ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്ത റെഡിസിൻ്റെ ഇമേജ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡോക്കർ റൺ ഈ പറഞ്ഞ റെഡിസിൻ്റെ ഇമേജിൻ്റെ പേര് കൊടുക്കണം. അപ്പോൾ റെഡിസ് തന്നെയാണ്, ഡോക്കർ റൺ റെഡിസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ കാണിക്കുന്നു, ലോഗ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. റണ്ണിങ് ആയിട്ടുണ്ട്, റെഡി ടു അക്സെപ്റ്റ് കണക്ഷൻ എന്ന് കാണിക്കുന്നു. പക്ഷേ കമാൻഡ് പ്രോംപ്റ്റ് അവിടെ തന്നെ ഹോൾഡാണ്, റിലീസ് ആയിട്ടില്ല. ഓക്കെ, കാരണം റണ്ണിങ്ങിലാണത്. അപ്പോൾ നമുക്കിനി ഇവിടെ വീണ്ടും ഒന്ന് ഡോക്കർ PS കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ കാണും. ഒരു കണ്ടെയ്നർ റൺ ചെയ്യുമ്പോൾ ആ ഒരു കണ്ടെയ്നറിൻ്റെ ID ഉണ്ട്. അതുപോലെ കണ്ടെയ്നർ ലിസൺ ചെയ്യുന്ന പോർട്ട്, ഏതൊരു ആപ്ലിക്കേഷനും കണ്ടെയ്നർ റൺ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പോർട്ടിൽ ലിസൺ ചെയ്യും. അപ്പോൾ ആ ഒരു പോർട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കണ്ടെയ്നറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. മറ്റേ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒരു കണ്ടെയ്നറുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആ ഒരു പോർട്ട് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, പിന്നെ ഒരു കണ്ടെയ്നർ നെയിം, റാൻഡം നെയിം ഇത് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പം ഈ ഒരു റെഡിസ് എന്ന് പറയുന്ന കണ്ടെയ്നർ ഇപ്പം റണ്ണിങ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇത് റണ്ണിങ് സ്റ്റേറ്റിലാണ്, പക്ഷെ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഇവിടെ റിലീസായിട്ടില്ല. കാരണം ഇതിപ്പം ഒരു അറ്റാച്ച്ഡ് മോഡിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് Ctrl+C അടിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും, എക്സിറ്റ് ആയത്. ഇനി നമുക്കിവിടെ ഡോക്കർ PS നോക്കി ഒന്നുകൂടെ നോക്കാം. കണ്ടില്ലേ, ഇപ്പം അത് റണ്ണിങ് സ്റ്റേറ്റിലല്ല. PS-A കൊടുത്തു കഴിഞ്ഞാൽ റണ്ണിങ്, നമുക്കത് മുമ്പ് റൺ ചെയ്തത് കൊണ്ട് ലിസ്റ്റിൽ കാണിക്കും. കണ്ടില്ലേ, മുമ്പ് റൺ ചെയ്തത് ഇവിടെ ലിസ്റ്റ് കാണിക്കും. ഡോക്കർ PS കൊടുത്തു കഴിഞ്ഞാൽ കാണിക്കില്ല, കാരണം നമ്മളത് എക്സിറ്റ് ചെയ്തു, ആ പ്രോസസ്സ് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കമാൻഡ് പ്രോംപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. കമാൻഡ് പ്രോംപ്റ്റ് റിലീസായി കിട്ടുന്നത് പോലെ നമുക്ക് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിറ്റാച്ച്ഡ് മോഡിൽ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. അതായത് ഞാൻ ഒന്നുകൂടെ ഡോക്കർ ഇമേജസിൻ്റെ ലിസ്റ്റ് എടുക്കാം. നമുക്ക് ഇപ്പോൾ റെഡിസാണ് റൺ ചെയ്യേണ്ടത്. ഡിറ്റാച്ച്ഡ് മോഡിൽ നമുക്ക് റൺ ചെയ്യാം. ആദ്യം നമ്മൾ ബൈ ഡിഫോൾട്ട് വെറുതെ റൺ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് മോഡിലായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിറ്റാച്ച്ഡ് മോഡ് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്കർ റൺ കൊടുത്തിട്ട് ഒരു സ്വിച്ചും കൂടെ കൊടുക്കുക, -D എന്നും പറഞ്ഞിട്ട്. ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സർ റൺ ചെയ്യുന്നതിന് വേണ്ടി ഡിറ്റാച്ച്ഡ് മോഡ് എന്നാണ് പറയുന്നത്. -D കൊടുത്തു, എന്നിട്ട് ഇമേജിൻ്റെ പേര് കൊടുത്തു. സ്പെല്ലിംഗ് തെറ്റിയതാണ് ഇവിടെ, ഡോക്കർ DOCKER. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ ആ ഒരു കണ്ടെയ്നറിൻ്റെ ID മാത്രമേ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയുള്ളൂ. അതിനുശേഷം ഇത് ഹോൾഡ് ചെയ്ത് വെക്കില്ല ഈ കമാൻഡ് പ്രോംപ്റ്റ്, കാരണം ഡിറ്റാച്ച്ഡ് മോഡിലാണ് ഇവിടെ റൺ ചെയ്യുന്നത്. നമുക്കിനി ഇവിടെ ഡോക്കർ PS ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ റണ്ണിങ്ങിലാണ്, ഡിറ്റാച്ച്ഡ് മോഡ് റണ്ണിങ്ങിലാണ്. ആ ഒരു കണ്ടെയ്നറിൻ്റെ ID കാണിക്കുന്നുണ്ട്. ഇവിടെ ആ മുമ്പത്തെ പോലെ പോർട്ട് ലിസൺ ചെയ്യുന്ന പോർട്ടും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു കണ്ടെയ്നർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കണ്ടെയ്നറിൻ്റെ ID ആവശ്യമാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്, കണ്ടെയ്നർ ID. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് കണ്ടെയ്നറിൻ്റെ ID യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കണ്ടെയ്നർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള കമാൻഡാണ് ഡോക്കർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ആ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിൻ്റെ ID നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പം ആ ഒരു കണ്ടെയ്നർ സ്റ്റോപ്പായി കാണും. നമുക്ക് ഡോക്കർ പി എസ് ഒന്നുകൂടെ കാണിക്കാം. കണ്ടില്ലേ, ആ ഒരു കണ്ടെയ്നർ സ്റ്റോപ്പായി കഴിഞ്ഞു. ഇനി നമുക്ക് അതേ കണ്ടെയ്നർ നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പിൻ്റെ സ്ഥാനത്ത് സ്റ്റോപ്പ് മാറ്റിയിട്ട് സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ട് ആ ഒരു കണ്ടെയ്നറിൻ്റെ ഐ ഡി കൊടുക്കുക. എന്നിട്ട് ഡോക്കർ പി എസ് നമുക്ക് ഒന്നുകൂടെ ആ ഒരു കമാൻഡ് കൊടുത്ത് നോക്കാം. കണ്ടില്ലേ, അപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട് ആ ഒരു കണ്ടെയ്നർ. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു സിറ്റുവേഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പോൾ 2 ആപ്ലിക്കേഷൻസ് നമുക്കുണ്ടെന്നൊന്ന് അസ്യൂം ചെയ്യുക. ആ 2 ആപ്ലിക്കേഷൻസും റെഡിസ് യൂസ് ചെയ്യുന്നതായിട്ടുണ്ട്. റെഡിസ് യൂസ് ചെയ്യണം. ആ 2 ആപ്ലിക്കേഷനും റെഡിസ് കണക്ടിവിറ്റി വേണം. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 ആപ്ലിക്കേഷനും റെഡിസിൻ്റെ 2 വെർഷൻസാണ് വേണ്ടത് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒന്ന് നമ്മളിപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്ത ലേറ്റസ്റ്റ് റെഡിസിൻ്റെ വെർഷനും, പിന്നെ നമുക്കൊന്ന് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് വേറൊരു വെർഷനും കൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ലേറ്റസ്റ്റ് അല്ലാതെ ഏതെങ്കിലും ഒരു വെർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നമുക്കിപ്പം 5.0 ഡൗൺലോഡ് ചെയ്യാം. മറ്റൊരു വെർഷൻ കൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഡോക്കർ പുൾ റെഡിസ് 5.0 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പം 5.0 എന്ന് പറഞ്ഞാൽ നമ്മൾ ടാഗായിട്ടാണ് കൊടുത്ത ആ ഒരു വെർഷൻ നമ്പർ. അപ്പോൾ നമുക്കിനി ഡോക്കർ ഇമേജസ് ഒന്ന് എടുത്ത് നോക്കാം ലിസ്റ്റിൽ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് 2 ഇമേജ് ഉണ്ട്. ഒന്ന് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത ലേറ്റസ്റ്റ് വെർഷൻ, ബൈ ഡിഫോൾട്ടായിട്ട് ലേറ്റസ്റ്റ് ഡൗൺലോഡ് ചെയ്യും, പ്രത്യേകിച്ച് ടാഗ് നമ്പർ ഒന്നും കൊടുത്തില്ലെങ്കിൽ. ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ വെർഷൻ നമ്പർ കൊടുത്ത് ഡൗൺലോഡ് ചെയ്തു, റെഡിസ് 5.0 എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മളിപ്പോൾ ഓൾറെഡി നമുക്കിപ്പം റണ്ണിങ് ആയിട്ടുള്ളത് റെഡിസിൻ്റെ ആ ലേറ്റസ്റ്റ് വെർഷൻ റണ്ണിങ് ആയിട്ടുണ്ട്. ഈ ഒരു പോർട്ടിലാണത് ലിസൺ ചെയ്യുന്നത് 6379 എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിനി ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു വെർഷൻ റെഡിസിൻ്റെ 5.0 വെർഷനും കൂടെ നമുക്കൊന്ന് റണ്ണിങ് ആക്കാം, ഒരു കണ്ടെയ്നർ റണ്ണിങ് ആക്കാം ഈ ഒരു ഇമേജിൽ നിന്നുകൊണ്ട്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? ഡോക്കർ റൺ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞ് ഡിറ്റാച്ച്ഡ് മോഡിൽ തന്നെ നമുക്ക് റൺ ചെയ്യാം. -d കൊടുത്തു. അത് കഴിഞ്ഞിട്ട് റെഡിസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ വെർഷൻ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 5.0 എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്ത വെർഷൻ എന്നും പറഞ്ഞ് അതിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും കൊടുത്തിട്ട് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിനി ഒന്നുകൂടെ ഡോക്കർ പി എസ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഞാൻ ഡോക്കർ പി എസ് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ 2 ഡോക്കർ കണ്ടെയ്നേഴ്സ് ഇപ്പോൾ റണ്ണിങ് ആണ്. ഒന്ന് ആദ്യം നമ്മൾ റൺ ചെയ്ത റെഡിസ് എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് വെർഷനും, പിന്നീട് നമ്മളിപ്പോൾ റൺ ചെയ്ത റെഡിസിൻ്റെ 5.0 വെർഷനും. അപ്പോൾ 2 ഡോക്കർ കണ്ടെയ്നേഴ്സ് റണ്ണിങ് ആണ്. ഈ 2 ഡോക്കർ കണ്ടെയ്നേഴ്സിലോട്ടാണ് നമ്മൾ ഈ അസ്യൂം ചെയ്ത് പറഞ്ഞ നമ്മുടെ 2 ആപ്ലിക്കേഷനും കണക്ട് ചെയ്യേണ്ടത്. ഓരോ ആപ്ലിക്കേഷനും ഓരോന്നിലോട്ടും. നമ്മളതൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല, നമ്മൾ അസംഷന് പറഞ്ഞതാണ്. 2 ഡോക്കർ കണ്ടെയ്നേഴ്സ് സൈമിൾട്ടേനിയസ്ലി റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം പറയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം കാണാൻ സാധിക്കും. ഈ 2 ആപ്ലിക്കേഷനും റെഡിസും റെഡിസ് 5.0 2 കണ്ടെയ്നറും ലിസൺ ചെയ്യുന്നത് സെയിം പോർട്ടിലാണ്. കണ്ടില്ലേ, 6379 എന്ന് പറഞ്ഞ സെയിം പോർട്ടിലാണ് 2ഉം റൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് കോൺഫ്ലിക്ട്സ് ഒന്നും കൂടാതെ? അപ്പോൾ സാധാരണ നമ്മുടെ ലോക്കൽ മെഷീനിൽ ഒരു പോർട്ട് ഓൾറെഡി ലിസൺ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും സെയിം പോർട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് വരും, കാരണം ഒന്ന് ഓൾറെഡി യൂസ്ഡ് ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ ഇത് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? തന്നെയല്ല, ഇങ്ങനെ റൺ ചെയ്ത ഈ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിലോട്ട് നമ്മൾ എങ്ങനെയാണ് കണക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സ്ലൈഡ് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് കണ്ടെയ്നറിൻ്റെ പോർട്ട് ബൈൻഡിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഹോസ്റ്റ് മെഷീനാണ് കൺസിഡർ ചെയ്യുക. അതായത് ഈ ഔട്ടറിലുള്ള ഈ റെക്റ്റാങ്കുലർ സർക്കിൾ, ആ ഒരു ഷെയ്ഡ് ഉള്ളത് ഹോസ്റ്റ് ആണ്. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന മെഷീൻ, നിങ്ങളുടെ സിസ്റ്റം, ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഡെവലപ്പർ മെഷീൻ. അപ്പോൾ ഈ ഹോസ്റ്റ് മെഷീനകത്താണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഡോക്കറിൻ്റെ പുറത്ത് ഈ കണ്ടെയ്നേഴ്സ് റൺ ചെയ്യുന്നത്. അപ്പം അത് എത്ര കണ്ടെയ്നേഴ്സ് വേണമെങ്കിലും നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടെയ്നേഴ്സ് റൺ ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഐസൊലേറ്റഡ് എൻവയോൺമെൻറ്റിലാണെന്ന്. വിർച്വൽ എൻവയോൺമെൻറ്റ്സിൽ ഐസൊലേറ്റഡ് ആയിട്ടാണ് റൺ ചെയ്യുന്നത് കണ്ടെയ്നേഴ്സ്. അപ്പോൾ ഒരു കണ്ടെയ്നറിന് മറ്റൊരു കണ്ടെയ്നറായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. കണക്ടിവിറ്റിക്ക് പിന്നീട് നമുക്ക് അങ്ങനത്തെ കണക്ടിവിറ്റി വരും, പക്ഷെ അല്ലാതെ റൺ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഐസൊലേറ്റഡ് ആണ്. വിർച്വൽ എൻവയോൺമെൻറ്റ്സ് ആണ് ഐസൊലേറ്റഡ് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ കണ്ടെയ്നർ 1, കണ്ടെയ്നർ 2, കണ്ടെയ്നർ 3 ഇതെല്ലാം ഐസൊലേറ്റഡ് ആണ് തമ്മിൽ. അപ്പോൾ ഈ കണ്ടെയ്നറിന് ഓരോ ആപ്ലിക്കേഷനും ഡിപ്പെൻഡ് ചെയ്ത് ഓരോ പോർട്ടിലായിരിക്കും ലിസൺ ചെയ്യുന്നത് കണ്ടെയ്നർ. ഇപ്പോൾ ആദ്യത്തെ കണ്ടെയ്നർ 5000 ലിസൺ ചെയ്യുക. അപ്പോൾ ഈ 5000 എന്ന് പറയുന്ന ആദ്യത്തെ കണ്ടെയ്നർ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് നമ്മൾ, കണ്ടെയ്നറിൻ്റെ ഇപ്പോൾ 1ൻ്റെ
ലിസൺ ചെയ്യുന്ന പോർട്ട് 5000. അതായത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ കണ്ടതുപോലെ ഇപ്പം റെഡിസ് ലിസൺ ചെയ്യുന്ന പോർട്ട് 6379 ആണെന്ന് കണ്ടതുപോലെ സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ 1 5000 ലിസൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ പോർട്ടുമായിട്ട് കണക്ടിവിറ്റി വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹോസ്റ്റ് മെഷീനിലുള്ള ഒരു പോർട്ടും അതുമായിട്ട് ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഹോസ്റ്റ് മെഷീൻ മീൻസ് നമ്മുടെ ലാപ്ടോപ്പിലുള്ള ഒരു ഫ്രീ പോർട്ടും, ഏതെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഒരു പോർട്ടും, യൂസ്ഡ് പോർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഏതെങ്കിലും ഒരു ഫ്രീ പോർട്ടും നമ്മുടെ ഈ കണ്ടെയ്നറിൽ ആ ഒരു ആപ്ലിക്കേഷൻ ലിസൺ ചെയ്യുന്ന പോർട്ടുമായിട്ട് ബൈൻഡ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹോസ്റ്റിലെ പോർട്ട് 5000 ഫ്രീ ആണെങ്കിൽ ആ ഒരു 5000ഉം ഈ കണ്ടെയ്നറിലെ പോർട്ട്, ആപ്ലിക്കേഷൻ ലിസൺ ചെയ്യുന്ന പോർട്ട് 5000 ആണെങ്കിൽ അത് രണ്ടും ഇപ്പോൾ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ, ഒരു നമ്പർ സെയിം തന്നെ യൂസ് ചെയ്യാം. ഫ്രീ ആണെങ്കിൽ ഹോസ്റ്റ് പോർട്ട് 5000 ഫ്രീ ആണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോർട്ട്സ് ഉപയോഗിക്കാം. അപ്പോൾ അത് തമ്മിൽ ബൈൻഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഈ ഹോസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്ത ആ പോർട്ട്, ഈ കണ്ടെയ്നറിലെ പോർട്ടുമായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത പോർട്ട് ഏതാണോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിലെ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു കണ്ടെയ്നറിൻ്റെ കേസ് എടുത്ത് നോക്കാം. ഇതിനും ആ ഒരു സെയിം പോർട്ട് തന്നെ വേണമെങ്കിൽ ലിസൺ ചെയ്യാം. കാരണം കണ്ടെയ്നേഴ്സ് എല്ലാം ഐസൊലേറ്റഡ് ആണ്. അപ്പോൾ അത് തമ്മിലിപ്പം ഒരു പോർട്ടായി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കോൺഫ്ലിക്ട്സ് ഒന്നും വരുന്നില്ല. എല്ലാം സെപ്പറേറ്റ് മെഷീൻസ് പോലെ തന്നെയാണ്. നമ്മുടെ ഹോസ്റ്റിനകത്ത് റൺ ചെയ്യുന്ന വിർച്വൽ എൻവയോൺമെൻറ്റ്സ് ആണ് ഇത്, തമ്മിൽ ഐസൊലേറ്റഡ് ആണ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാ കണ്ടെയ്നേഴ്സിനും ഒരു പോർട്ട് തന്നെ വേണമെങ്കിൽ വരാം ലിസൺ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഹോസ്റ്റിൽ ഉപയോഗിക്കുന്ന പോർട്ട്, കണ്ടെയ്നർ പോർട്ടുമായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്റ്റിൽ ഉപയോഗിക്കുന്ന പോർട്ട് ഡിഫറൻ്റ് ആയിരിക്കണം. കാരണം നമ്മുടെ ഹോസ്റ്റ് മെഷീനിൽ കുറച്ച് പോർട്ട്സ് അവൈലബിൾ ആയിട്ടുള്ള പോർട്ട്സ്, ഒരു പോർട്ട് ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് സെയിം ടൈം അത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഇൻ യൂസ് ആണെന്നും പറഞ്ഞിട്ട് കോൺഫ്ലിക്റ്റ് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോർട്ട്, ഈ കണ്ടെയ്നറിലെ പോർട്ടുമായിട്ട് നമ്മൾ ബൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പോർട്ട് യൂണിക് ആയിരിക്കണം. കണ്ടെയ്നേഴ്സ് എല്ലാം വിർച്വൽ എൻവയോൺമെൻറ്റ്, ഐസൊലേറ്റഡ് വിർച്വൽ എൻവയോൺമെൻറ്റ്സിൽ റൺ ചെയ്യുന്നതായതുകൊണ്ട് അതിന് സെയിം പോർട്ട്സ് പ്രശ്നമില്ല. അപ്പോൾ സെക്കൻഡ് കണ്ടെയ്നറിന് ലോട്ട് മാപ്പ് ചെയ്യാനായിട്ട് ഹോസ്റ്റിലെ പോർട്ട് ഇപ്പം 6000 യൂസ് ചെയ്തു. അടുത്ത കണ്ടെയ്നർ 3 ലിസൺ ചെയ്യുന്ന പോർട്ട് ഇപ്പോൾ 6374 ആണെങ്കിൽ അതിലോട്ട് ലിസൺ ചെയ്യാൻ ഇപ്പോൾ 5300 എന്ന് പറഞ്ഞൊരു പോർട്ട്, ഹോസ്റ്റിലെ പോർട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ടിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിലെ ആപ്ലിക്കേഷൻ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹോസ്റ്റിലെ ഏത് പോർട്ടാണോ കണ്ടെയ്നറിലെ പോർട്ടുമായിട്ട് നമ്മൾ ബൈൻഡ് ചെയ്തിരിക്കുന്നത്, ഇപ്പം ഈ 6374 എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ 3ലെ ആപ്ലിക്കേഷനാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ 5300 എന്ന് പറഞ്ഞ ഹോസ്റ്റിലെ പോർട്ടാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്. അതാണ് ഈ പോർട്ട് കണ്ടെയ്നർ 3ലെ 6374 പോർട്ടുമായിട്ട് മാപ്പ് ചെയ്തിരിക്കുന്നത്. അല്ല നമുക്ക് ഡയറക്റ്റ് ഒരു കണ്ടെയ്നർ പോർട്ടിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഹോസ്റ്റ് പോർട്ട് ഉപയോഗിച്ച് ബൈൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഹോസ്റ്റ് പോർട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം തന്നെ എത്ര കണ്ടെയ്നേഴ്സിന് വേണമെങ്കിലും സെയിം പോർട്ടിൽ ലിസൺ ചെയ്യാം. കാരണം ഐസൊലേറ്റഡ് എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് അത് ഹോസ്റ്റിലെ പോർട്ട് ഡിഫറൻ്റ് ആയിരിക്കും മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞു, അപ്പം ഇങ്ങനെ പോർട്ടിൽ ലിസൺ ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞു. പക്ഷേ നമ്മളിപ്പം ആ ഒരു സ്ലൈഡിൽ കണ്ടതുപോലെ ഹോസ്റ്റിലെ പോർട്ട്സ് ഒന്നും നമ്മൾ മാപ്പ് ചെയ്തിട്ടില്ല. ഈ കണ്ടെയ്നറിൽ ഇപ്പോൾ റൺ ചെയ്യുന്ന സമയത്തൊന്നും മാപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി അങ്ങനെ മാപ്പ് ചെയ്ത് ഒരു കണ്ടെയ്നർ റൺ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കേണ്ടത്, നമുക്ക് ആദ്യം നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഈ രണ്ട് കണ്ടെയ്നേഴ്സും നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഡോക്കർ സ്റ്റോപ്പ് കൊടുത്തു. ഫസ്റ്റ് കണ്ടെയ്നർ റെഡിസ് 5.0 എന്ന് പറഞ്ഞ കണ്ടെയ്നർ ഞാനത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്ക് രണ്ടാമത്തെ റെഡിസ് എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് വെർഷൻ്റെ ആ കണ്ടെയ്നറും ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് രണ്ടാമത് പോർട്ട് മാപ്പ് ചെയ്തത് കൊണ്ട് നമുക്ക് റൺ ചെയ്യിക്കാം. സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ടാബിൻ്റെ. ഓക്കെ, ഡോക്കർ ഇമേജസ് ഞാൻ ഒന്നുകൂടെ എടുത്തു. ഇമേജസ് ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് രണ്ട് റെഡിസ് ഇമേജസ് ഉണ്ട്, റെഡിസ് 5.0 റെഡിസ് ലേറ്റസ്റ്റ്. നമുക്ക് ആദ്യം റെഡിസ് ലേറ്റസ്റ്റ് റൺ ചെയ്യാം ഒരു പോർട്ട് മാപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്കർ റൺ അത് കമാൻഡ് കഴിഞ്ഞിട്ട് പോർട്ട് മാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് -p കൊടുക്കുക. നമ്മുടെ ഹോസ്റ്റ് പോർട്ട് ഏതാണോ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു പോർട്ട്, ഫ്രീ ആയിട്ടുള്ളൊരു പോർട്ട് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. 5000 ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട്
കണ്ടെയ്നർ പോർട്ട് ഏതാണെന്ന് നമുക്ക് ആ ഒരു കണ്ടെയ്നറിൻ്റെ ഇൻഫർമേഷൻ ഇപ്പം റെഡിസ് റൺ ചെയ്യുന്നത് ഏതാണെന്ന് ഇപ്പം റെഡിസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും റെഡിസിൻ്റെ ബൈ ഡിഫോൾട്ട് ലിസൺ ചെയ്യുന്ന പോർട്ട് ഏതാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഇൻഫർമേഷൻ ഡോക്കർ ഹബിൽ നിന്ന് തന്നെ കിട്ടും, അങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ വെറുതെ ആദ്യം ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ലിസൺ ചെയ്യുന്ന പോർട്ട് ഇവിടെ തന്നെ കാണിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഇവിടെ നിന്ന് മനസ്സിലായി ഇപ്പം ആ ഒരു പോർട്ട് ലിസൺ ചെയ്യുന്ന റെഡിസിൻ്റെ ബൈ ഡിഫോൾട്ട് ലിസണിങ് പോർട്ട് 6379 ആണെന്ന്. അപ്പോൾ നമുക്കപ്പം രണ്ടാമത് കൊടുക്കേണ്ടത് 6379 ആണ്. 6379 അതായത് നമ്മുടെ ഹോസ്റ്റ് പോർട്ട് ആദ്യം കൊടുത്തു, -p കഴിഞ്ഞിട്ട് ഹോസ്റ്റ് പോർട്ട് 5000 എന്നുള്ളത് ഞാൻ ഒരു റാൻഡം പോർട്ട് സെലക്ട് ചെയ്തതാണ്, ഫ്രീ ആയിട്ടുള്ളതെന്ന് അസ്യൂം ചെയ്തുകൊണ്ട്. അത് കഴിഞ്ഞൊരു കോളൻ കഴിഞ്ഞിട്ട് നമ്മുടെ റെഡിസിൻ്റെ ലിസണിങ് പോർട്ട് അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡിസ് എന്ന് മാത്രം ഞാനിപ്പോൾ വെറുതെ കൊടുക്കുകയാണ്, റെഡിസ് ലേറ്റസ്റ്റിന് വേണ്ടിയിട്ട് ഇത്രയും കൊടുത്തു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്കിനി -dയും കൂടെ കൊടുക്കാം. ഡിറ്റാച്ച്ഡ് മോഡിൽ തന്നെ റൺ ചെയ്യട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഡോക്കർ PS നമുക്കതിന് അടുത്തതും കൂടെ റൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അടുത്തതിന് ഞാൻ ഇവിടെ തന്നെ ചേഞ്ച് വരുത്തുകയാണ്. 5000ന് പകരം 5001 കൊടുക്കുകയാണ്. 6379 മാറ്റുന്നില്ല, കാരണം റെഡിസിൻ്റെ ഡിഫോൾട്ട് ലിസണിങ് ഏത് വെർഷൻ ആയാലും അത് തന്നെയാണ്. ഇവിടെ വെർഷൻ ഞാൻ പറഞ്ഞു കൊടുക്കണം, കാരണം ഓൾറെഡി റെഡിസ് ലേറ്റസ്റ്റ് ഞാനിപ്പോൾ റണ്ണിങ് ആക്കി. അടുത്തത് റെഡിസ് 5.0 ആണ്. അപ്പം ഇവിടെ 5.0 എന്ന് പറഞ്ഞ് ഞാൻ ഇമേജ് ടാഗ് കൊടുത്തു. ബാക്കി ഡിറ്റാച്ച്ഡ് മോഡിൽ തന്നെ റൺ ചെയ്യാൻ പറഞ്ഞു കൊടുക്കാം. അത് ഞാൻ അത് റണ്ണിങ് ആക്കി. ഇനി നമുക്ക് ഇപ്പുറത്തെ ടാബിൽ വന്നിട്ട് ഡോക്കർ PS എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഓക്കെ, ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, ഇതിപ്പം 2 ലൈനിലോട്ട് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, അത് കൺഫ്യൂസ്ഡ് ആക്കണ്ട. ഫസ്റ്റ് ഇമേജിൻ്റെ ID, രണ്ടാമത് ഇമേജിൻ്റെ നെയിം, ഡോക്കറിൻ്റെ റെഡിസ് 5.0 കമാൻഡ് നമ്മൾ കൊടുത്തത്. ഇവിടെ കണ്ടില്ലേ പോർട്ട് 5001 അതിലോട്ട് മാപ്പ് ചെയ്തിരിക്കുകയാണ്. 5001 നമ്മുടെ ഹോസ്റ്റ് പോർട്ട് 5001 ഈ പറഞ്ഞ റെഡിസ് 5.0 ഇമേജിലോട്ട് നമ്മൾ മാപ്പ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. അതങ്ങനെ മാപ്പായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ റിസൾട്ടിൽ വെറുതെ ആ ഒരു പോർട്ട് ലിസൺ ചെയ്യുന്ന പോർട്ട് മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളായിരുന്നു, മാപ്പിംഗ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. പോർട്ട് നമ്മൾ ഹോസ്റ്റ് പോർട്ടുമായിട്ട് മാപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം മാപ്പിംഗ് സംഭവിച്ചിട്ടുണ്ട്. അതാണ് 5001 ഹോസ്റ്റ് പോർട്ട് ഈ പറഞ്ഞ റെഡിസ് 5.0 ഇമേജ് എൻ്റെ കണ്ടെയ്നറുമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്, ലിസൺ ചെയ്യുന്നതായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെഡിസ് 5.0 കണ്ടെയ്നറിൽ റെഡിസ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യേണ്ട പോർട്ട് 5001 ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നീട് ആ നെയിം ഡിഫോൾട്ട് റാൻഡം നെയിം അത് കാണിക്കും. രണ്ടാമത്തെ ലൈൻ നോക്കിക്കോ, ഇത് റെഡിസ് ലേറ്റസ്റ്റ് ഇമേജ് അത് മാപ്പ് ചെയ്തിരിക്കുന്നത് 5000 പോർട്ടുമായിട്ടാണ്. ബാക്കിയെല്ലാം സെയിം തന്നെ. അപ്പോൾ നമുക്ക് റെഡിസ് ലേറ്റസ്റ്റ് ഇമേജ് കണ്ടെയ്നർ ആക്സസ് ചെയ്യണം, അതിൽ റെഡിസ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യേണ്ട ഹോസ്റ്റ് പോർട്ട് 5000 ആണ്. അങ്ങനെ നമ്മൾ 2 പോർട്ടുമായിട്ട് ഇതിപ്പം മാപ്പ് ചെയ്തിരിക്കുകയാണ്, 5000ഉം 5001ഉമായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കണ്ടെയ്നർ റൺ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഹോസ്റ്റ് പോർട്ടുമായിട്ടും കൂടെ മാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഹോസ്റ്റ് പോർട്ടുമായിട്ട് മാപ്പ് ചെയ്യിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ട ഒരു മെത്തേഡ്. നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയ ഇമേജസ് എല്ലാം ഡോക്കർ ഹബിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇമേജ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഇങ്ങനെ റൺ ചെയ്ത് പോർട്ടൊക്കെ മാപ്പ് ചെയ്ത് ഡിറ്റാച്ച്ഡ് മോഡിലൊക്കെ റൺ ചെയ്ത് ലിസ്റ്റ് ചെയ്തൊക്കെ നോക്കാം, വർക്കിംഗ് കറക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊക്കെ നോക്കി ഒന്ന് എക്സാമ്പിൾസൊക്കെ ഒന്ന് ചെയ്ത് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിനി നെക്സ്റ്റ് സെഷനിലോട്ട് പോവാം.